ഹായ് കൂട്ടുകാരെ, 2023 നടന്ന SSLC പ്രീ മോഡൽ ഇവാലുവേഷൻ എക്സാമിൽ മാത്തമാറ്റിക്സ് എക്സാമിൻ്റെ അഞ്ചാമത്തെ ചോദ്യം 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ആറാമത്തെ ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം വരയ്ക്കാനുള്ളതാണ്. അപ്പോൾ വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതെന്ന് പറഞ്ഞാൽ ബോർഡിൽ ഇനി അത് വരച്ച് കാണിക്കാൻ മീൻസ് മറ്റുള്ള സാധനങ്ങളൊക്കെ എന്നുള്ളത് കൊണ്ടാണ്. അതൊന്നും എൻ്റെ ഇപ്പം നിലവിലില്ല. അപ്പോൾ അതൊക്കെ സംഘടിപ്പിച്ച് ഞാൻ അത് പ്രത്യേകം ഒന്ന് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിലാണെന്ന് ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ട്. ആ ചോദ്യം, ആറാമത്തെ ചോദ്യം. ഓക്കെ, അതേപോലെ നമ്മുടെ ഇപ്പോൾ ഒരു ഇതേ ചോദ്യ പേപ്പറിൽ തന്നെ ഉള്ള ഒരു മൂന്നാമത്തെ ചോദ്യമുണ്ട്. ആ ചോദ്യമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ് ഈ ചോദ്യം. ഓക്കെ, അതേ ചോദ്യത്തിൽ ആ വീഡിയോ ഞാൻ ചെയ്തപ്പം അതിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, പക്ഷേ ഈ ചോദ്യത്തിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് ഈ കണക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ കില്ലറ്റിൻ്റെ ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ നോക്കാം. 4 ഈസ് ആഡഡ് ടു ദ പ്രോഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 4 gives 324 by taking the smaller multiple as x. ചെറിയ നമ്പറിനെ x ആയിട്ട് എടുക്കുക. ചെറിയ നമ്പറിനെ എന്തായിട്ട് എടുക്കണം? x ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ ചെറിയ നമ്പറിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? x ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത മൾട്ടിപ്പിൾ 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ 4 ആഡ് ചെയ്ത് വെച്ചാൽ മതി. രണ്ടാമത്തെ നമ്പർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ്, അപ്പോൾ എക്സും എക്സ് പ്ലസ് 4ഉം കൂടെ ഗുണിച്ചിട്ട് അതിന്റെ കൂടെ ഒരു 4 കൂട്ടിയാൽ 324 കിട്ടി എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത്. ഇതിന്റെ പ്രോഡക്റ്റിന്റെ കൂടെ 4 ആഡ് ചെയ്യണം. 4 ആഡ് ചെയ്യുമ്പോൾ 324 എന്നുള്ള ഉത്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിൽ ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. സോ ഞാൻ മാറ്റുകയാണ്. x into x square അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ആയി പ്ലസ് 4x പ്ലസ് 4 ഓക്കെ ഇസ് ഈക്വൽ ടു 324. ഓക്കെ, തൽക്കാലം ഞാൻ ഇതിങ്ങനെ തന്നെ ഇടുവാണ്. ഇനി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മുടെ ജനറൽ ഫോം ആണെങ്കിൽ ഈ സാധനം ഇപ്പുറത്തോട്ട് വരണം. ഇപ്പുറത്തോട്ട് വരുമ്പം -324 ആകും. ആ -324ഉം ഈ 4ഉം കൂടെ ആഡ് ചെയ്ത് -320 ആകും. സോ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, ഞാൻ തൽക്കാലം അങ്ങനെ എഴുതുന്നില്ല, ഞാൻ ഇങ്ങനെ എഴുതി നിർത്തുവാണ്. ഈ ചോദ്യത്തിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. സോ x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 ഇതിനെ എനിക്ക് x പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എങ്ങനെയാണ് ഈ സ്റ്റെപ്പിൽ നിന്ന് ഇതിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ നോക്കേണ്ടത് ഇത് സ്ക്വയർ ഫില്ലിംഗ് മെത്തേഡ് അപ്ലൈ ആകുമോ എന്ന് നോക്കണം. ഈ ഇക്വേഷൻ എങ്ങനെയെന്ന് വെച്ചാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കാം 4, ഈ 4ന്റെ നേരെ പകുതി എടുക്കണം. എത്രയാണ്? 2. ഈ 2ന്റെ സ്ക്വയർ ആണോ ഈ കിടക്കുന്നത് എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആണല്ലോ. ആയതുകൊണ്ട് അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഈ സാധനത്തിനെ ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഡീറ്റെയിലോ ഈ 4ന്റെ നേരെ പകുതി എടുക്കണം. 2, ഈ 2ന്റെ സ്ക്വയർ ആണ് ഇവിടെ കിടക്കുന്നതെന്ന് നോക്കണം. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് എഴുതത്തുള്ളൂ. ഇതിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇത് ഓക്കെ ആണെങ്കിൽ എക്സ് സ്ക്വയറിൽ നിന്ന് എക്സും ഈ ഇവിടെ 4 വരുന്നത് 2 സ്ക്വയറിൽ നിന്നല്ലേ, അപ്പം ഈ 2 എടുക്കണം. ഇവിടെ 4 എന്ന് പറയുന്നതിന് ഞാൻ 2 സ്ക്വയർ എന്ന് എഴുതണം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം എക്സ് സ്ക്വയറിൽ നിന്ന് എക്സും 2 സ്ക്വയറിൽ നിന്ന് 2 എടുക്കണം. അല്ലാതെ ഇവിടെ തന്നെ 4 അതേപോലെ എടുത്തുകൊണ്ട് വരരുത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എഴുതിയത്. അപ്പോൾ 324 അവിടെ കിടപ്പുണ്ട്. ശരിയല്ലേ? ഈ 324ന്റെ റൂട്ട് എടുക്കണം. നോക്കുക, 20ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 ആയി പോകും അല്ലേ. പിന്നെ ഉള്ളത് 10ന്റെ സ്ക്വയർ. 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആകും. സോ ഇനി നോക്കേണ്ടത് 2ന്റെ സ്ക്വയർ 4ൽ അവസാനിക്കുന്നുണ്ട്, പിന്നെ 8ന്റെ സ്ക്വയറും 4ൽ അവസാനിക്കുന്നുണ്ട്. ശരിയല്ലേ? 8 ഇത് വെറും 4. രണ്ടും 4ൽ അവസാനിക്കുന്നു. സോ 10നും 20നും ഇടയ്ക്കുള്ള ഏതോ ഒരു സംഖ്യയുടെ സ്ക്വയർ ആണ് ഈ കിടക്കുന്ന 324. അത് ഒന്നെങ്കിൽ 12 ആവാം, അതല്ലെങ്കിൽ 18 ആവാം. ക്ലിയർ ആണോ? അതെങ്ങനെ എടുത്തേ?
10നും 20നും ഇടയ്ക്കാണ്, 100നും 400നും ഇടയ്ക്കാണല്ലോ 324. അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് 10നും 20നും ഇടയ്ക്കുള്ള ഏതോ ഒരു സംഖ്യയുടെ. ഇനി ആ സംഖ്യയിൽ നിന്ന് ഇത് കുറയില്ലേ, 10, 11, 12, 13 അങ്ങനെ പോയിന്റ് വരത്തില്ലേ, അതിനേക്കാളിലും നല്ലത് 4ൽ അവസാനിക്കുന്ന, അതായത് 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ എടുക്കുക. അതില് 4ൽ അവസാനിക്കുന്നത് ഏതിനൊക്കെയാണെന്ന് നോക്കുക. അത് 2ന്റെ സ്ക്വയറിന് 4ൽ അവസാനിക്കും, 8ന്റെ സ്ക്വയറും 4ൽ അവസാനിക്കും, 64. ശരിയല്ലേ? അപ്പൊ അത് വെച്ചിട്ട് എനിക്ക് 10 കഴിഞ്ഞാൽ പിന്നെ 12ഉം 18ഉം എടുക്കാം. ശരിയല്ലേ? 18 എടുക്കാം. അപ്പൊ ഇതിനകത്ത് ഏതോ ഒരു സംഖ്യയുടെ സ്ക്വയർ ആണ് ഈ കിടക്കുന്നത്, 324. ഇനി ഈ 300 400ന് അടുത്ത് കിടക്കുന്നതായതുകൊണ്ട് ഞാൻ വലിയ സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ 18ന്റെ സ്ക്വയർ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. അതിന് 8ന്റെ സ്ക്വയർ 64ന് 4 എഴുതി, ശിഷ്ടം 6 ഇവിടെ കൊണ്ട് എഴുതി. ഇത് തമ്മിൽ ഗുണിക്കുന്നു, 1 ഗുണം 8 8 കിട്ടും. 1 ഗുണം ഇത് പരസ്പരം ഗുണിക്കുന്നു, 1 ഗുണം 8 8 കിട്ടും. ഈ 8ന്റെ ഡബിൾ എടുക്കും, അതായത് 16 ഉത്തരം കിട്ടും. ആ 16ഉം ഈ 6ഉമായിട്ട് കൂട്ടുമ്പോൾ 22 കിട്ടും. ഈ 6ഉം 16ഉം തമ്മിൽ കൂട്ടുമ്പോൾ 22 കിട്ടും. 22ലെ 2 എഴുതും, ബാലൻസ് 2 ഇവിടെ കൊണ്ടുവരും. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എഴുതാൻ പറ്റും, ഞാൻ ബോർഡിൽ പിന്നെ 1ന്റെ സ്ക്വയർ എപ്പോഴും 1 ആണ്. ഈ 1ഉം ഈ 2ഉം കൂടെ കൂട്ടുമ്പോൾ 3 കിട്ടും. കണ്ടോ, പെട്ടെന്ന് കിട്ടിയത് 18ന്റെ സ്ക്വയർ ആണെന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതുന്നു 18ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 324. സോറി, തിരിച്ചു കഴിഞ്ഞാൽ x plus 2 is equal to 18 എന്ന ആൻസർ. ക്ലിയർ ആണോ? അതായത് ഈ 18ന്റെ സ്ക്വയർ 324 എന്ന് പറഞ്ഞാൽ x plus 2 ആണ് 18 എന്ന് അർത്ഥം. കിട്ടിയോ? അപ്പോൾ എക്സിന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 18 കിട്ടുമെങ്കിൽ എക്സിന്റെ വാല്യൂ 16 ആയിരിക്കണം. 16ഉം 2ഉം 18. എക്സിന്റെ വാല്യൂ കിട്ടിയേ. അപ്പം എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനല്ലേ ചോദിച്ചുള്ളൂ, അതോ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണോ? ഫൈൻഡ് ദ നമ്പേഴ്സ്. അപ്പൊ എക്സ് 16 ആണെങ്കിൽ അതിന്റെ കൂടെ 4 കൂടെ കൂട്ടി 20. ശരിയല്ലേ? 16ഉം 20ഉം ആണ് നമ്മുടെ നമ്പേഴ്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? സംഭവം സിമ്പിൾ ആണ്.